നേടിക്കഴിഞ്ഞു. നോക്കൂ നോക്കൂ, ആവേശത്തിൻ്റെ അല്ലേ, അതിൻ്റെ പരകോടിയിലാണ്. 159 റൺസിന് അവർ ഓൾ ഔട്ടാക്കി. നമ്മൾ തകർപ്പൻ വിജയം. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ മാച്ച് ഡേ വ്ളോഗാണ്. ടോസ് ന്യൂസിലാൻഡിനെ കിട്ടി, അവർ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളെ സഞ്ജുവിനെയും അഭിഷേകിനെയും തുടക്കത്തിൽ തന്നെ പിടിക്കാൻ അവർ കരുതി. അതുകൊണ്ട് ഡിഫറൻറ്റ് ബൗളേഴ്സിനെ വെച്ചിട്ടാണ് തുടക്കത്തിൽ ഓരോ ഓവറിലും ആളെ മാറ്റി മാറ്റി കയറിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ പണി പാളി എന്നൊരു ഫീലാണ് ഇപ്പോൾ ഈ 5ാമത്തെ ഓവർ ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരുപാട് വൈഡും കാര്യങ്ങളൊക്കെ അവർ എറിയുന്നുണ്ട്. സഞ്ജു നന്നായി കളിക്കുന്നുണ്ട്. സഞ്ജുവിന് ഒരു ലെക്ക് ടോപ്പ് അടിച്ചൊക്കെ സിക്സറൊക്കെ പോയി. ഫൈനലിൽ ചെറിയ ലെക്കൊക്കെ വേണമല്ലോ, അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അഭിഷേക് ഇതാ ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ മോശമാണ് പറഞ്ഞിട്ട് ഇതാ കിടിലൻ സ്റ്റാർട്ട് കൊടുത്തു. രണ്ടാളും കൂടി 50ൻ്റെ മേലെ ഓൾറെഡി 5th ഓവറിൻ്റെ തുടക്കത്തിൽ തന്നെയൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി നമുക്കിനി നോക്കാം, പവർ പ്ലേ കഴിയുമ്പോൾ എത്ര ഉണ്ടാവും നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, പവർ പ്ലേൻ്റെ അവസാന ബോളാവുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ബോളിൽ ഇതാ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് അഭിഷേക്. 18 ബോളിൽ 51. ഇതാ പവർ പ്ലേൻ്റെ ലാസ്റ്റ് ബോളാണ്. വൈഡാണോ? അല്ല, യെസ്, ലാസ്റ്റ് ബോൾ ഡോട്ടായി. എനിവേ 92 റൺസാണ് പവർ പ്ലേയിൽ അടിച്ചിരിക്കുന്നത്. നമുക്ക് വിക്കറ്റൊന്നും പോയിട്ടുമില്ല. സഞ്ജു 33 റൺസ് 17 ബോളിൽ. അഭിഷേക് അർദ്ധ സെഞ്ചുറി നേടി. അഭിഷേക് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഔട്ട് ഓഫ് ഫോമാണ് എന്നുള്ള വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഏതായാലും നല്ലൊരു ഒക്കേഷനിൽ തീർത്തിട്ടുണ്ട്. ഫൈനലിൽ കിടിലൻ പ്രകടനത്തിലൂടെ മൂപ്പര് അതങ്ങ് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്ത് സഞ്ജുവും ഈ 3ാമത്തെ അർദ്ധ സെഞ്ചുറി ആവട്ടെ. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് വിളിച്ച വെസ്റ്റ് ഇൻഡീസിലുള്ള കളിയിൽ 97 അടിച്ച്, കഴിഞ്ഞ സെമി ഫൈനലിൽ 89. ഇപ്പോൾ ഓൾറെഡി 30 കടന്നിട്ടുണ്ട്. അർദ്ധ സെഞ്ചുറി ആവട്ടെ. അദ്ദേഹം ഫോം ഓഫ് ഹിസ് ലൈഫാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു ഫോമിലാണ് പോകുന്നത്. സോ നല്ല പ്രതീക്ഷയുണ്ട്. ഈ പോക്ക് പോയാൽ നമുക്കൊരു 230, 240 അടിക്കാൻ പറ്റണം. ഈ പിച്ചിൽ പ്രശ്നമാണ്, റണ്ണൊഴുകണ പിച്ചാണ്, നമുക്കറിയാം. അപ്പോൾ ഈ റണ്ണൊന്നും കാണണ്ട. ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അത് കഴിയും തന്നെ വിചാരിക്കാം. സൗണ്ട് പ്രശ്നമുണ്ടോ എന്നൊരു സംശയം, ഒന്നൊരു ഇത്തിരി കുറക്കട്ടെ. മറ്റേ ഞാൻ പറയണത് അതും കൂടി ഇനി പ്രശ്നമാവും. ഏതായാലും പൊളിച്ചടിക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം നമുക്ക് 10 ഓവർ കഴിയുമ്പോൾ എന്താവുന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, 10ാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളാണ്. 127 റൺസായി. നമ്മുടെ അഭിഷേക് മാത്രമേ ഔട്ടായിട്ടുള്ളൂ. സഞ്ജു 50 അടിക്കുമോ എന്നുള്ളതാണ്. സഞ്ജു 48 ആയിട്ടുണ്ട്. സോ ദി ലാസ്റ്റ് ബോൾ, 10ാമത്തെ ഓവർ ലാസ്റ്റ് ബോൾ ബീറ്റഡായി. എനിവേ 48 റൺസ്, 127ന് 1. സഞ്ജു 48. അഭിഷേക് മാത്രമാണ് നമുക്ക് ഔട്ടായത്. അത് ഇപ്പോൾ രവീന്ദ്ര രവീന്ദ്രൻ്റെ ബോളിൽ രവീന്ദ്ര ഭയങ്കര ബൗളിംഗ് ആണ് എന്നൊക്കെ പലരും ഇപ്പോൾ അത് വെച്ച് പറയും. നേരത്തെ കുറച്ച് വിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞിട്ട് ഇതിപ്പോൾ പ്ലാനിൽ ഔട്ടായിരുന്നല്ലോ. ഓഫ് സൈഡിൽ പുറത്ത് വൈഡ് പോയ ബോൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ അടിക്കാൻ പോയി ടച്ച് ചെയ്ത് ഔട്ടായതാണ്. അത്ര അല്ലാതെ ഇപ്പോൾ അതിൽ വലിയ പ്ലാനൊന്നും ആരും പറയണ്ട. അല്ല, അഭിഷേക് കിടിലൻ കളി കളിച്ചിട്ടുണ്ട്. അർദ്ധ സെഞ്ചുറി ഒക്കെ നേടിയിട്ടുണ്ട്. സഞ്ജു അർദ്ധ സെഞ്ചുറി അടിക്കും തന്നെ വിചാരിക്കും. 2 റൺ കൂടി മതി. നമ്മൾ പൊളിച്ചടിക്കാൻ തുടക്കമാണ് മക്കളെ. ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്കൊരു 230, 240 റൺസ് റേഞ്ച് പിടിക്കണം. കാരണം 2ാം ഇന്നിങ്സിൽ ഡ്യൂ ഉണ്ടാവും. പിച്ച് ഭയങ്കര ഫ്ലാറ്റാണ്. റണ്ണ് വരും, ഒക്കെ ശരിയാണ്. പക്ഷേ നല്ലൊരു റണ്ണ് കൊടുത്താൽ, ഇതിപ്പോൾ ഫൈനലാണല്ലോ, ഓൾറെഡി അവർക്ക് കുറേ സമ്മർദ്ദങ്ങൾ വന്നിട്ട് വൈഡും കാര്യങ്ങളൊക്കെ അവർ എറിയുന്നുണ്ട്. ഇതാ 11ാമത്തെ ഓവറിൽ സാൻഡറാണ് എറിയുന്നത്. അത് ഇഷാൻ കിഷൻ സിംഗിൾ അടിച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ 50 വരുമോ നോക്കുക. അടുത്ത ബോളും കൂടി 50 വരുമോ നമുക്ക് നോക്കാം. ഏതായാലും നോക്കുക നിങ്ങൾ. 48, 30 പന്ത് 48 എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ സഞ്ജു കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഷാൻ കിഷൻ 10 ബോളിൽ 20. ഈ ഒരു ബോൾ നമ്മൾ നോക്കുക. സഞ്ജുവിൻ്റെ 50 ഇപ്പോൾ വന്നാലോ? ഏത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. 50 അടിക്കട്ടെ സഞ്ജു. അതിനുശേഷം ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് നേരിട്ട് സംസാരിക്കാണ്ട്. ഈ ബോൾ എന്തായി? അത് സഞ്ജുയുടെ ബോളാണ്, അതുകൊണ്ട് തന്നെ സിംഗിളാണ്. അത് ഇല്ല, ഡബിൾ ഓടൂല, സിംഗിളാണ്. എന്താ അറിയോ, ഞാൻ പറയാൻ വിചാരിച്ചപ്പോൾ 50 എന്തായാലും ആവും. അതിലിപ്പോൾ നമുക്ക് ഡൗട്ടൊന്നുമില്ല. പറയാൻ വന്നെന്താ വെച്ചാൽ, സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ലത്ര. സഞ്ജു ഒരു കളി അടിച്ചാൽ ബാക്കി കളി അടിക്കൂലത്ര. കണ്ടോ, 3ാമത്തെ കളിയിലാണ് തുടർച്ചയായിട്ട് 50ക്ക് പോകുന്നത്. അതും വേൾഡ് കപ്പിൽ ക്രൂഷ്യൽ ടൈമിൽ. ഓക്കെ, ബാക്കി ചെക്കൻ പൊളിച്ചെടുക്കും. യെസ്, നമ്മൾ വിചാരിച്ച പോലെ 250 കടന്നിട്ടുണ്ട്. 2 ബോൾ കൂടി ബാക്കിയുണ്ട് ഇന്ത്യൻ ഇന്നിങ്സിൽ. ഒരു ഘട്ടത്തിൽ നമ്മൾ സഞ്ജു ഔട്ടായ ആ ഓവറിൽ 3 വിക്കറ്റ് അവരെടുത്ത്. അതിലിപ്പം പിന്നാലെ ഇഷാൻ കിഷൻ പോയി, പിന്നെ ഗോൾഡൻ ഡക്കായി സൂര്യൻ പോയി. അപ്പോൾ റണ്ണൊന്ന് കുറഞ്ഞു പോയി. പിന്നെ ഹാർദിക് ആണ് ബൗണ്ടറി 6 ഒക്കെ അടിച്ചുകൊണ്ട് അതങ്ങ് ശരിയാക്കി കൊണ്ടുവന്നത്. പക്ഷെ പിന്നാലെ തന്നെ ഹാർദിക്കും പോയി. പിന്നെ വന്നിട്ടുണ്ടല്ലോ ദ്യൂബ് അടിച്ച അടി. 7 ബോളിൽ ഇപ്പോൾ 22 റൺസ് ആയിട്ടുണ്ട്. ഇനി ഒരു ബോൾ കൂടിയാണ് ബാക്കിയുള്ളത്. സോ പൊളിച്ചടിക്കിയ പ്രകടനം. 4, 6, 4 അങ്ങനെയാണ് ലാസ്റ്റ് ഓവറിൽ മൂപ്പർ അടിച്ചിട്ടുള്ളത്. യെസ്,
രൂപയാണ് 250 എത്തിച്ചത്. നമ്മളൊരു ഘട്ടത്തിൽ 270 പ്രതീക്ഷയാണ് 15 ഓവറിൽ 200 വന്നപ്പോൾ. പക്ഷെ ആ വിക്കറ്റുകൾ തുടരെ വീണത് പണിയായി. ഒരു 16 ബോളിന്റെ ബൗണ്ടറി ഡ്രൗട്ടും വന്ന്. പക്ഷെ അവസാനം ഈ ഓവറിൽ 20 റൺസ് അടിച്ചുകൊണ്ട് ഓൾറെഡി നമ്മൾ 250 കടത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ബോളാണ് ജിമി നീഷം ടു ശിവൻ ദ്യൂബെ. ലാസ്റ്റ് ബോൾ ഓഫ് ദി ഇന്നിങ്സ് ജിമി നീഷം ടു ശിവൻ ദ്യൂബെ. വൈഡ് ആയിട്ട് ഓപ്ഷന്റെ പുറത്തെറിഞ്ഞ ആ ഗ്യാപ്പിലൂടെ അത് ബൗണ്ടറി ആയി. യെസ്, 255 റൺസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. 260 270 ഒക്കെ വരേണ്ടതായിരുന്നു. പക്ഷെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു 230 250 ഒക്കെ നമ്മൾ പറഞ്ഞേ. ഇപ്പൊ 255 എത്തി. സന്തോഷം കൊണ്ടാണ്. ഏതായാലും സൂപ്പർ സ്കോർ അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാരണം ഈ പിച്ചിൽ റണ്ണ് തിരിച്ചു അവർ അടിക്കും ഉറപ്പാണ്. പക്ഷെ 255 എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കും. സഞ്ജുവിന്റെ 89, അഭിഷേകിന്റെ 52, ഇഷാൻ കിഷന്റെ 54, ഈ 3 പേരാണ് നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സഹായിച്ച്. പിന്നെ പാണ്ഡ്യന്റെ 18, അതിനുശേഷം ഏറ്റവും ഒടുവിൽ ദ്യൂബ ഈ 8 ബോളിൽ 26 അടിച്ചത്. ദ്യൂബ മുത്താണ്. ബാക്കി ബോംബ്രയും കുട്ടികളും ശരിയാക്കി തരും. അപ്പൊ ശരി, കപ്പ് നമ്മൾ കൊണ്ടുപോകും. ന്യൂസിലാൻഡ് ഇന്നിങ്സിന്റെ 10 ഓവർ കഴിയുമ്പോഴേ 5 വിക്കറ്റ് പോയി, 87 റൺസേ ഉള്ളൂ. ആകെ ടീം സേഫായിട്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടി. വേറെ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 10ാമത്തെ ഓവറിൽ ലാസ്റ്റ് ബോളാണ്. ഹാർദിക് പാണ്ഡ്യ എറിയുന്നു. എന്തുണ്ടാവും? ഒരു സിംഗിള്, അത്ര തന്നെ. അതായത് 10 ഓവർ കഴിയുമ്പോൾ 88 റൺസാണ്. ഇനി 60 ബോളിൽ 168. കെജൂല അവരെ പ്രധാനപ്പെട്ടവരൊക്കെ പോയി. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട അക്സർ പട്ടേൽ കിടലിനായിട്ട് പന്തെറിഞ്ഞ് 2 വിക്കറ്റ് എടുത്തു. അതൊരു ടാക്ടിക്കൽ നീക്കായിരുന്നു. 3ാമത്തെ ഓവർ തന്നെ അക്സർ പട്ടേലിനെ കൂടുന്നത്. പിന്നെ ബൂമ്ര വന്ന പാട് വിക്കറ്റ് എടുത്തു. ഇഷാൻ കിഷന്റെ 2 കിടലൻ ക്യാച്ചുകൾ. സംഭവം നമ്മൾ കളി കൈപ്പിടിയിലെടുക്കും. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചടങ്ങുള്ളൂ. 10 ഓവറിൽ 168 ആരടിച്ചാലാണ് കഴിഞ്ഞ്. ഇത് നമ്മൾ പിടിച്ചു. യെസ് നേടിക്കഴിഞ്ഞു. നോക്കൂ ആവേശത്തിൻ്റെ അല്ലേ, അതിൻ്റെ പരകോടിയിലാണ്. 159 റൺസിന് അവർ ഓൾ ഔട്ടാക്കി. നമ്മൾ തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. 256 ടാർഗറ്റ്. 159 ഓൾ ഔട്ടാക്കി കഴിഞ്ഞു. ബൂംറയുടെ 4 വിക്കറ്റ്, പിന്നെ നമ്മുടെ അക്സർ പട്ടേലിൻ്റെ 3 വിക്കറ്റ് എല്ലാം കൂടി ചേർന്നപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജയം നമ്മൾ നേരത്തെ ഉറപ്പിച്ചതാണ്. താരങ്ങളൊക്കെ ഭയങ്കര ജൂബിലൻ്റ് ആയിട്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ഡഗ്ഔട്ടിലിരിക്കുന്നവർ കെട്ടിപ്പിടിക്കുന്നു. സൂര്യകുമാർ യാദവ്, ശിവൻ ദ്യൂബ് ഒക്കെ ഡാൻസ് ചെയ്യുന്ന കാഴ്ച. സോ ഇത് നമ്മൾ മലയാളികളുടെ കൂടി ആഘോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഒരു മലയാളി പയ്യൻ, അവൻ ക്വാർട്ടർ ഫൈനലിൽ വിളിക്കാവുന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി, സെമി ഫൈനലിൽ അർദ്ധ സെഞ്ചുറി, പിന്നെ ഇതാ ഫൈനലിൽ അർദ്ധ സെഞ്ചുറി പൊളിച്ചടുക്കി. ഉറപ്പാണ് ഈ ടൂർണമെൻറ്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം സഞ്ജു സാംസൺ ആയിരിക്കും. സോ ഇത് എക്കാലത്തും ഓർത്തു വെക്കാനുള്ള ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഇന്ത്യ കിരീടം ചൂടി. ബാക്ക് ടു ബാക്ക് T20 വേൾഡ് കപ്പ് കിരീടങ്ങളാണ്. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് ഗ്രൗണ്ടിൽ, അഹമ്മദാബാദിലെ ഗ്രൗണ്ടിൽ ഇന്ത്യൻ ഫ്ലാഗും കൊണ്ട് അങ്ങ് നിരന്ന് ഓടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. സോ യെസ്, ഇനി ഇത് ആഘോഷത്തിൻ്റെ നിമിഷങ്ങൾ.